ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. നല്ലതും മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ല ഒരു ദിവസത്തിന് പ്രഭാതം കാണുവാൻ തൊക്കണം ദൈവം നമ്മെ സഹായിച്ച് കൃപയ്ക്ക് ദൈവം സ്തുതിക്കാം. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് നിങ്ങളെ പറഞ്ഞ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സംസാരത്തിൻ്റെ താളന്തിനെ നന്നായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെ തരുന്ന വേദവാക്യം സങ്കീർത്തനം 45 അധ്യായം 2 വാക്യം. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ജാഗ്രതയോടെ പ്രയത്നിച്ചാൽ എല്ലാവർക്കും ബുദ്ധിയോട് വായിക്കുവാനും തികവോടെ അത് വ്യക്തമായി സംസാരിക്കുവാനും ഗാംഭീര്യ സ്വരത്തോട് വേറിട്ട് ചിന്തിക്കുവാനും തൊക്കെ നമുക്ക് സാധ്യമായിട്ട് മാറും. സംസാരത്തിൻ്റെ താളന്തിനെ വ്യക്തമായിട്ട് നാം എന്താണ് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവത്തിൻ്റെ ദാസന്മാരുടെ വായിൽ നിന്ന് വരുന്നതായ ദൈവവചനം നാം നമ്മുടെ സംസാരത്തിൽ കൂടി വ്യക്തമായി അതെന്താണ് ഉപയോഗപ്പെടുത്തണം. ദൈവവചനം സംസാരിക്കുന്നതായ ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനം അവർ സംസാരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അത് വ്യക്തമായ ഭാഷയിൽ മനസ്സിലാകണം. ദൈവത്തിൻ്റെ താളന്ത് എന്താണെന്ന് ഓരോ വ്യക്തികളും അത് രുചിച്ച് അറിയേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വേലി ചെന്നതായ ഓരോ മക്കളും ദൈവത്തിൻ്റെ താളന്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്രിസ്തുവിൻ്റെ അപ്രയമായ അല്ലെങ്കിൽ തിട്ടപ്പെടുത്താനാകാത്തതായ ധനത്തെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ദൈവത്തിൻ്റെ മക്കളും. അപ്പൊ ദൈവം എന്നിലും നിങ്ങളിലും അല്ലെങ്കിൽ നമ്മളിൽ ചെയ്യുവാൻ പറഞ്ഞതായ കാര്യം ദൈവത്തിൻ്റെ താളന്തുകളെ നാം സംസാരിക്കുമ്പോൾ അത് വ്യക്തമായ ഭാഷയിൽ വേണം നാം സംസാരിക്കാൻ തക്കവണ്ണം. കാരണം ദൈവവചനത്തെ കേൾവിക്കാർ അതിനെ അഭിനന്ദിക്കത്തക്ക വിധം അത് അവതരിപ്പിക്കണം. മാനുഷികമായ ചാലുകൾ അല്ലെങ്കിൽ മര്യാദ ഇല്ലാത്തവ അല്ല ദൈവത്തിൻ്റെ വിഭാവനം ചെയ്യുന്നത്. ഇന്ന് അനേക ദൈവത്തിൻ്റെ ദാസമക്കൾ ദൈവത്തിൻ്റെ വചനങ്ങൾ വെറുതെ വിളിച്ചു പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ തൊക്കണം സാധ്യമാണ്. അപ്രകാരമല്ല, ദൈവത്തിൻ്റെ താളന്തുകളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ നാം സംസാരത്തിൽ നന്നായി ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഏറ്റവും സത്യം ചിന്തിച്ചുകൊണ്ട് ആ വചനങ്ങളെ ആത്മീകമായിട്ട് നാം എന്ത് ചെയ്യണം? വിളിച്ചു പറയേണ്ടത് ആവശ്യമാണ്. കാരണം തികഞ്ഞ മാതൃകയായ യേശുവിലേക്ക് നാം നോക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി നാം പ്രാർത്ഥിക്കണം. അവിടുത്തെ ശക്തിയിൽ തികഞ്ഞ വേലയ്ക്കായി ഓരോ അവയവത്തെയും പരിശീലനം. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ളതായ ഓരോ അവയവങ്ങളും എന്താണ്? ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് നാം അതിനെ പരിശീലിപ്പിക്കണം. നാം ഒരു വ്യക്തിയോട് കർത്താവിൻ്റെ വചനം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ കൂടി എന്താണ് അവരത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ എന്താണ് അവരത് മനസ്സിലാക്കണം. ഏത്? ദൈവത്തിൻ്റെ വചനം. ഇവിടെ പറഞ്ഞ കാര്യം പരസ്യ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവരുടെ കാര്യത്തിൽ ഇത് വിശേഷിച്ചും സത്യമാണ്. നമുക്കറിയാം, നമ്മളൊക്കെയും ദൈവത്തിൻ്റെ വേലക്കാരി സമയത്ത് നമ്മളൊക്കെ ഇവാഞ്ചലിസം പ്രോഗ്രാം ചെയ്യാൻ ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ജംഗ്ഷനുകൾ തോറും നമ്മൾ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ ആ വചനം സംസാരിക്കുന്നതായ ദൈവത്തിൻ്റെ ദാസന്മാർ കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായും വളരെ ശക്തമായ ഭാഷയിൽ എന്തുണ്ട് ഇത് അറിയിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ അവർ ഒരു നിമിഷം എന്താണ് നിന്ന് ചിന്തിക്കണം. ഈ വചനം ആർക്കുള്ളത്, ഈ വചനം ആർക്ക് നൽകപ്പെട്ടിരുന്നത് അവർ ചിന്തിക്കണം. കാര്യം സംസാരിക്കപ്പെടുന്നതായ സത്യം അത് കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ദാസന്മാർ വളരെ വ്യക്തവും ശക്തവുമായ ഭാഷയിൽ ഈ ലോകത്ത് കാണുന്ന ജനങ്ങളോട് വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ അവരത് കേൾക്കുമ്പോൾ അവർ കേട്ട് അത് കളഞ്ഞോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ഈ കർത്താവിൻ്റെ വചനം ഒരു സമയത്ത് ഇന്ന് വചനം കേട്ടതായ സകലരെയും ന്യായ വിസ്താരത്തിൻ്റെ മുൻപിൽ നിർത്തുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അവർക്കാർക്കും പറയുവാൻ തൊക്കണം കഴിയുകയില്ല, ഞാൻ ഈ വചനം കേട്ടില്ല, ഞാൻ ഈ വചനം കണ്ടില്ല എന്ന് പറയാൻ തൊക്കണം കഴിയുകയില്ല. ആയതിനാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാർ, ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന ഓരോ വ്യക്തികളും
കർത്താവിന്റെ വചനം വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും വടിവത്ത നല്ല ഭാഷയിൽ നാം സംസാരിക്കണം. ദൈവത്തിന്റെ താളന്തുകള് അങ്ങനെ നാം വ്യക്തമായിട്ട് ഉപയോഗിക്കണം. ഇവിടെ അവസാനമായിട്ട് ഇവിടെ തിരുവെഴുത്ത് ദൈവത്തിന്റെ വചനം ഇങ്ങനെ നമ്മുടെ പറയുന്നു, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഒന്നൊരു വായിക്കാം. ഇവിടെ യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, തളർന്നിരിക്കുന്നവനെ നാവ് കൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അപ്രകാരം തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ പോകുന്ന ഒരു വ്യക്തിയെ, അവനെ ഉയർത്തുവാൻ തക്കോണം ദൈവത്തിന്റെ വചനത്താൽ സാധ്യമാകും. അത് ദൈവത്തിന്റെ ദാസന്മാർ, കർത്താവിന്റെ വചനം സംസാരിക്കുന്ന ഓരോ വ്യക്തികളും, ഓരോ ക്രിസ്ത്യാനികളും ആ സംസാരത്തിന്റെ താളത്തിനെ നന്നായി ഉപയോഗിക്കണം. ഇന്നത്തെ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനം കേട്ടതായ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോ പ്രേക്ഷകരും മറ്റുള്ളവരോട് നിങ്ങൾ കർത്താവിന്റെ വചനം അറിയിക്കുമ്പോൾ അത് നന്നായി നിങ്ങളുടെ സംസാരത്തിൽ ആ ദൈവത്തിന്റെ താളന്തികൾ ഉയർന്നു വരുവാൻ നോക്കണം. ദൈവം നിങ്ങളെവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങൾ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിച്ച നല്ല കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്നത്തെ പ്രഭാതത്തിൽ തന്നതായ കർത്താവിന്റെ വേദവാക്യം, കർത്താവിന്റെ താളന്തുകളെ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും, ഞങ്ങൾ ഓരോ ദൈവത്തിന്റെ ദാസമക്കളും, ഓരോ ക്രിസ്ത്യാനികളും കർത്താവെ അതിവ്യക്തമായ ഭാഷയിൽ കർത്താവിന്റെ താളന്തുകളെ ഉപയോഗിക്കാൻ തക്കോണം ഞങ്ങൾ ഏവരെയും സഹായിക്കുമാറാകണം. കർത്താവ് ഇന്നത്തെ പ്രഭാതത്തിലെ കർത്താവ് ചിന്താവിഷയം കേട്ടതായ ഓരോ ശ്രോതാക്കളെയും അനുഗ്രഹിക്കുമാറണം. അവർ വ്യക്തമായി കർത്താവിന്റെ താളന്തുകൾ ഉപയോഗിക്കാൻ തക്കണം സഹായിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ യാചിക്കുന്നു, കേൾക്കണം. നല്ല പിതാവായ ദൈവമേ, ആമേൻ.